എൻ്റെ ഈ മുറ്റത്ത് മണ്ണിടാൻ വേണ്ടി ഞാൻ നാട്ടിലുള്ള ഒരാളെ വിളിച്ചപ്പം അയാൾ കൊണ്ടുവന്ന ഈ ബംഗാളി പണിക്കാരനെ അവന് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ചയിൽ ഒരാഴ്ചയുടെ സ്ഥിരമായിട്ട് പണിയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച, അതായത് ഈ സംഭവം നടക്കുന്ന അതിൻ്റെ തലേ വെള്ളിയാഴ്ച 9-ാം തീയതി 10-ാം തീയതി ഉണ്ട് അവനും ഭാര്യ ഇവിടെ പണിതു. അത് കഴിഞ്ഞ് 10-ാം തീയതി ഇവൻ ഒറ്റയ്ക്ക് പണിതു. പിന്നെ തിങ്കളാഴ്ച പണിയില്ലെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ട് ഇവൻ എന്നെ വിളിക്കുന്നു. ഞാൻ അവൻ അറിയാവുന്ന ഭാഷയിൽ ഹിന്ദിയിൽ അവന് പറഞ്ഞു കൊടുത്തു ബുധവാറിൽ പള്ളിയുള്ളെന്ന് പറയുന്നു. ചൊവ്വാഴ്ച രാവിലെ ഞാനിവിടെ വരുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ എന്നും ഞാൻ 8:30 വരും. ചൊവ്വാഴ്ച രാവിലെ ഞാനിവിടെ വന്ന് 8:30 വന്നപ്പോൾ ഇവിടെ മേസ്ത്രി പണിക്കാരുണ്ട്. അവരെന്നോട് പറഞ്ഞു ഈ പുറകിൽ ചിപ്സ് ഇടുന്ന സ്ഥലം മറ്റേ ഇടിച്ചുറപ്പിച്ചിട്ട് ചിപ്സ് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാനതൊരു 9-9:15 ഇവനെ വിളിച്ചു. അന്നേരം ഇവൻ പറഞ്ഞു ചേട്ടാ പണിയില്ല വരട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നീ വരാൻ പറ്റും, ഒരാൾ വേണം 2 ആൾ വേണം, നീ ഒറ്റയ്ക്ക് വന്നേച്ചാന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച ഇവൻ ഈ പ്രദേശം ചിപ്സ് ഇടുന്ന സ്ഥലം മുഴുവൻ ഇടിച്ചുറപ്പിക്കുകയും ബുധനാഴ്ച ഇവനും ഇവൻ്റെ കൂട്ടത്തിൽ വേറൊരു ഭായിയും കൂടെ വന്ന് മിറ്റം മുഴുവൻ ചിപ്സ് ഇട്ടു പോവുകയും ചെയ്തു. വ്യാഴാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ പിന്നെ പിറ്റേ ദിവസം പണിക്കാർ വേറെ ആൾക്കാർ വന്നു. വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ ഇവൻ്റെ കൂട്ടത്തിൽ പണിത പണിക്കാരോട് ഞാൻ ഇവനെ ചോദിച്ചപ്പോൾ ഇവൻ്റെ ഭാര്യ ആരോടത്തിൽ പോയെന്നോ തിരക്കി നടക്കുക എന്നുള്ള വിവരം അവർ പറഞ്ഞു. അങ്ങനെ അത്രേ സംഭവം എനിക്കറിയത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് പോലീസ് വന്നപ്പോഴാണ് സംഭവം ബാക്കിയുള്ള കാര്യങ്ങൾ അറിവാകുന്നത്. ഹൗസ് വാമിങ് തീരുമാനിച്ച ഡേറ്റ് നവംബർ 29. ചില നീട്ടിയാണ് വെച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഈ പണിയെല്ലാം തീരണം. അതിനുവേണ്ടി ഇപ്പം വെച്ചിരിക്കുന്നത് നവംബർ 29 ഹൗസ് വാമിങ് നയിക്കാൻ വെച്ചിരിക്കുന്ന ഡേറ്റ്. സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഇത് സങ്കടമല്ല, സന്തോഷം തന്നെയാണ്. കാരണം ഇവനൊരു ആഴത്തിൽ കുഴിച്ചിട്ടിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പോയെങ്കിൽ ഞാൻ നിയമവശം പറയാം. ഞാനത് കഴിഞ്ഞാൽ വക്കീലിനെ മജിസ്ട്രേറ്റിനൊക്കെ വിളിച്ചു. ഇവൻ നാട് വിട്ടു പോയെങ്കിൽ പിന്നെ ഞാൻ ഇതിൻ്റെ പുറകെ ചിലപ്പോൾ വാദി പ്രതിയാകും. പ്രത്യേകിച്ച് കൊല്ലപ്പെട്ട ഒരു സ്ത്രീയും കൂടെ ആകുമ്പം ചിലപ്പോൾ ഞാൻ ഇതിൻ്റെ പുറകെ ഇതിലപ്പുറം പോകേണ്ടി വന്നത്. ഞാനാണ് ദൈവാനുഗ്രഹമെന്നേ പറയാനുള്ളൂ, അല്ല വേറെ അതിക്കുള്ളൊന്നും പറയാനില്ല. എനിക്കൊരു സങ്കടമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നില്ല. പിന്നെ ഒരു മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഇതുണ്ടെന്ന് തോന്നും, പക്ഷേ എനിക്കൊരു സങ്കടമായിട്ട് തോന്നുന്നില്ല. അതാണ് എൻ്റെ പരമസത്യം. താഴ്ത്തിയിട്ടില്ല, താഴാൻ പറ്റിയില്ല. കാരണം അവിടെ അതുപോലെ കറ്റപ്പാണ്. അത് കഴിഞ്ഞ ദിവസം മറ്റേ മണ്ണ് എൻ്റെ തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ മണ്ണടിച്ച് പൊക്കിയൊരു സ്ഥലമാണ്. കാരണം ഇവൻ ഇതിന് താഴുകയെന്ന് ഇവനറിയാം. ഇവൻ ആ മണ്ണടിച്ച സമയത്ത് ഇവനോട് പണിയുന്നുണ്ട്. ഈ മണ്ണിൻ്റെ അവിടെ തലയ്ക്ക് മണ്ണിട്ടത് ഇവൻ തന്നെയാണ്. അത് കഴിഞ്ഞ് JCBക്ക് കുറച്ച് ഭാഗത്ത് ഇട്ടിട്ടുണ്ട്.